വെള്ളം കൊണ്ട് സമൃദ്ധമാണ് കേരളം. പക്ഷേ ശുദ്ധജലത്തിന് ദൗർലഭ്യം അനുഭവിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കേരളം. ശുദ്ധജല ക്ഷാമത്തിന് ഒരു പരിധിവരെ പരിഹാരമാവുകയാണ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ്. അപ്പോൾ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സിൻ്റെ വിശദാംശങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഇന്ന് ഷോക്കേസിൽ. ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് വാട്ടർ ട്രീറ്റ്മെൻറ്റ് മേഖലയിലെ പ്രമുഖ കമ്പനിയായ ചങ്ങനാശ്ശേരിയിലെ H2O കെയറിൻ്റെ MD ജോർജ് സ്കറിയാണ്. ഹലോ ജോർജ്. ഇന്ന് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സിന് എത്രമാത്രം പ്രസക്തിയുണ്ട്? ഇപ്പോഴത്തെ സീസണൽ ചേഞ്ചസ് കാരണം വെള്ളത്തിൻ്റെ നാച്ചുറൽ സോഴ്സായ കിണർ, കുഴൽ കിണർ, അല്ലെ കുളങ്ങൾ, ഇതിലൊക്കെ ഒത്തിരിയധികം കണ്ടാമിനേഷൻസ് നമുക്കിപ്പം അതിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഒരു വീട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫിൽറ്റേർഡ് വാട്ടർ ഉറപ്പുവരുത്തുക എന്നാണ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് മുഖേന നമ്മൾ ചെയ്യുന്നത്. കേരളത്തിന് തന്നെ ഇപ്പം കോസ്റ്റൽ ഏരിയകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈ TDS, വെള്ളത്തിൽ TDSൻ്റെ അളവ് ഹൈ ആണെങ്കിൽ നമുക്ക് ഉപ്പിൻ്റെ അംശം അതിലേക്ക് വരും. സോ അത് നമുക്ക് എഫക്റ്റീവായിട്ട് റിമൂവ് ചെയ്യാനായിട്ട് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്ന മോഡേൺ ടെക്നിക്കുണ്ട്. ആ ഒരു റിവേഴ്സ് ഓസ്മോസിസ് ഫിൽറ്റർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കടൽ വെള്ളമാണെങ്കിൽ നമുക്കത് ശുദ്ധീകരിച്ച് കുടിവെള്ളത്തിൻ്റെ സ്റ്റാൻഡേർഡ്സിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ റൂറൽ ഏരിയാസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം കേരളത്തിലെ ഒട്ടുമിക്ക വാട്ടർ സാമ്പിൾസും പരിശോധിച്ച് കഴിഞ്ഞാൽ അതിലെല്ലാം തന്നെ മൈക്രോബിയൽ കണ്ടാമിനേഷൻ, ഈക്വലായിട്ട് പ്രസൻസ് നമുക്ക് കാണുവാൻ സാധിക്കും. സോ ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇൻകോപ്പറേറ്റഡ് വിത്ത് ഒരു അൾട്രാവയലറ്റ് സ്റ്റെറിലൈസർ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോമൺ സോഴ്സിൽ നിന്നുള്ള വെള്ളം, അതായത് ഒരു തോട്ടിലെ അല്ലെ ഒരു ആറ്റിലെ വെള്ളമാണെങ്കിൽ നമുക്ക് ശുദ്ധീകരിച്ച് നമ്മളുടെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. പൊതുവെ കേരളത്തിലെ വെള്ളത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതുമൂലം നമുക്കുണ്ടാവുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? സാധാരണമായി ഇപ്പോൾ കേരളത്തിലെ വെള്ളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു കണ്ടാമിനൻ്റ് എന്ന് പറയുന്നത് അയൺ കണ്ടാമിനേഷനാണ്. വെള്ളത്തിലെ ഇരുമ്പിൻ്റെ അംശം, ഇതാണ് ഏറ്റവും പ്രമുഖമായിട്ട് ഇപ്പം എടുത്തു പറയാവുന്ന ഒരു കണ്ടാമിനേഷൻ. പിന്നെ വരുന്നത് ടർബിഡിറ്റി ഉണ്ട്, വെള്ളത്തിലെ ഒരു മങ്ങൽ, അല്ലെന്നുണ്ടെങ്കിൽ pH-ലുള്ള വേരിയേഷൻസ്, പിന്നെ മൈക്രോബിയൽ കണ്ടാമിനേഷൻസ്, പിന്നെ TDS, ഹൈ TDS, ടോട്ടൽ ഡിസോൾവ് സോളിഡ്സ്. ഇത് TDS കൂടിയാൽ വരുന്ന ആ ഒരു വെള്ളത്തിൻ്റെ ഒരു കട്ടിപ്പ്, ഇതൊക്കെയാണ് നോർമലി വെള്ളത്തിൽ കാണുന്ന കണ്ടാമിനൻസ് എന്ന് പറയുന്നത്. പിന്നെ കുട്ടനാടൻ പ്രദേശങ്ങളിൽ മാത്രം നമുക്ക് ഫ്ലൂറൈഡ് കണ്ടാമിനേഷൻ കാണാവുന്നതാണ്. ഇത് ഇപ്പോൾ അയൺ കണ്ടാമിനേഷൻ കൂടിക്കഴിഞ്ഞാൽ ഒരു ലോങ് യൂസേജിൽ ദറ്റ് ക്യാൻ കോസ് ലങ് ഡിസീസസ്. പിന്നെ ഈ അയൺ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെറാമിക്സ്, അതുപോലെ തന്നെ നമ്മളുടെ ബെയ്റ്റ് ഫിറ്റിങ്സ്, ഇതെല്ലാം കൊറോഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഇറ്റ് വിൽ ലീവ് ഒരു ലോങ് ലാസ്റ്റിംഗ് സ്റ്റെയിൻ നമ്മളുടെ സെറാമിക്സിലെല്ലാം അത് ലീവ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് അയൺ കണ്ടാമിനേറ്റഡ് വാട്ടറിൻ്റെ ഒരു മെയിൻ കോസ്, ആഫ്റ്റർ എഫക്റ്റ് എന്ന് വേണേൽ പറയാവുന്നത്. പിന്നെ ഫ്ലൂറോസിസ് എന്ന് പറയുന്ന ഒരു അസുഖം, ഫ്ലൂറൈഡ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം നമ്മൾ അതിയായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ സംഭവിക്കാവുന്നതാണ്. നമ്മളുടെ ടെൻഡർനെസ് ഓഫ് ബോൺസ്, ഇതെല്ലാം ഫ്ലൂറൈഡ് കണ്ടാമിനേറ്റഡ് വെള്ളം മുഖേന നമുക്ക് വരുന്നതാണ്. പിന്നെ ഉള്ളത് pH കുറഞ്ഞ അവസ്ഥയിൽ ഉള്ള വെള്ളം എന്ന് പറയുന്നത് അസിഡിക് ആയിരിക്കും. അങ്ങനെയുള്ള വെള്ളം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമുക്കൊരു നല്ലൊരു മഴക്കാലം കഴിയുമ്പോഴത്തേക്കും നോർമലി നമ്മളുടെ കിണറുകളിലെല്ലാം pH താഴെ പോകുന്ന ഒരു പ്രവണതയുണ്ട്. ഇത് നമ്മൾ നോർമലി പണ്ട് കാലങ്ങളിൽ ചെയ്യുന്നത് നീറ്റൊക്കെ കിണറ്റിലിട്ട് ട്രീറ്റ് ചെയ്യുക എന്നൊരു നോർമൽ രീതിയായിരുന്നു നമ്മൾ ചെയ്യുന്നത്. ഇന്നൊന്നും അതിനൊന്നും ആരും മുതിരാത്ത ഒരവസ്ഥയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫിറ്റിങ്സ് എല്ലാം കൊറോഡ് ചെയ്യും ഇൻറ്റേർണലി തന്നെ. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫിറ്റിങ്സ് 1-2 കൊല്ലം കഴിയുമ്പോഴത്തേക്കും ബ്രേക്കേജ് സംഭവിക്കുന്നതൊക്കെ pH-ൻ്റെ അഭാവം കൊണ്ടാണ്. സോ ഇതെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കുന്നതാണ്. ഫിൽട്രേഷൻസിന് ഒരു യൂണിറ്റ് ആണല്ലോ അൾട്രാ വയലറ്റ് സ്റ്റെറിലൈസിങ് യൂണിറ്റ്. അത് എത്രമാത്രം നല്ലതാണ്? അത് ബാക്ടീരിയസിനെ നശിപ്പിക്കാൻ സഹായിക്കുമോ? അൾട്രാവയലറ്റ് സ്റ്റെറിലൈസർ എന്ന് പറയുന്ന ഒരു പ്യൂരിഫിക്കേഷൻ എക്യുപ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ മൈക്രോബിയൽ കണ്ടാമിനേഷനെ നമുക്ക് വെള്ളത്തിൽ തടയുവാൻ സാധിക്കും. ഇതൊരു ഡിസിൻഫെക്ഷനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ഇതിൽ സംഭവിക്കുന്നത്. വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ് എത്ര തരത്തിലുണ്ട്? ഇവിടെ ഞങ്ങൾ H2O കെയറിൽ ഒരു 5 തരം വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഡൊമസ്റ്റിക് പർപ്പസിലേക്ക്, സാധാരണ ഒരു വീടുകളിലേക്ക് എന്ന നിലയിൽ നമുക്ക് 2 ടൈപ്പ് പ്ലാന്റുകളുണ്ട്. 1000 liters per hour കപ്പാസിറ്റി, അതായത് 1000 liters മണിക്കൂറിൽ നമുക്ക് ഔട്ട്പുട്ട് കപ്പാസിറ്റി ഉള്ള വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആണ് ഇപ്പോൾ. ഇത് തന്നെ രണ്ട് ടൈപ്പായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ബേസ് മോഡലും ഒന്ന് പ്രീമിയം മോഡലുമായിട്ട്. ബേസ് മോഡൽ വരുമ്പോഴത്തേക്കും അതിന് 30,000 rupees കോസ്റ്റ് വരും.
അതിൽ ഒരു 3 സ്റ്റേജ് ഫിൽട്രേഷൻ വരുന്നുണ്ട്. സാൻഡ് ഫിൽട്രേഷൻ, ആക്ടിവേറ്റഡ് കാർബൺ ഫിൽട്രേഷൻ, കാറ്ററിഡ്ജ് ഫിൽട്രേഷൻ. ഈ 3 സ്റ്റേജ് ആയിരിക്കും ബേസ് മോഡലിൽ വരുന്നത്. പിന്നെ ഞങ്ങളുടെ പ്രീമിയം മോഡലായിട്ടുള്ള ഡൊമസ്റ്റിക് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ സാൻഡ് ഫിൽട്ടർ, ആക്ടിവേറ്റഡ് കാർബൺ ഫിൽട്ടർ, അയൺ റിമൂവർ ഫിൽട്ടർ, പിന്നെ ഒരു കാറ്ററിഡ്ജ് ഫിൽട്ടർ, ഇങ്ങനെയായിരിക്കും ഞങ്ങളുടെ പ്രീമിയം മോഡലിലേക്ക് വരുന്നത്. പിന്നെ നമുക്ക് ഡൊമസ്റ്റിക് കഴിഞ്ഞാലുള്ളത് കൊമേഴ്ഷ്യൽ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളാണ്. കൊമേഴ്ഷ്യൽ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം 2000 ലിറ്റേഴ്സ് പെർ അവർ കപ്പാസിറ്റി ഉള്ളതാണ്. പിന്നെ ഞങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ മോഡൽസ് ഉണ്ട്, അതായത് മിനിമം 5000 ലിറ്റേഴ്സ് പെർ അവർ ഔട്ട്പുട്ട് തരുന്നതാണ് ഇൻഡസ്ട്രിയൽ മോഡൽസ്. ഇൻഡസ്ട്രിയൽ മോഡൽ ഫിൽറ്റേഴ്സ് നമുക്കൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് അവിടുത്തെ ഒരു ദിവസത്തെ കംപ്ലീറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഈ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഞങ്ങൾ H2O കെയറിൽ ചെയ്യുന്ന വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളാണ്. ഇപ്പോൾ ഒരു ക്ലയൻറ്റിൻ്റെ വാട്ടർ സാമ്പിൾ, ആ ഒരു ക്ലയൻറ്റിൻ്റെ കിണറ്റിലെ വെള്ളം ആണ് ഇപ്പം ശുദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വാട്ടർ സാമ്പിൾ നമ്മൾ ആദ്യം അനലൈസ് ചെയ്ത് അതിൽ എന്തൊക്കെയാണോ പോരായ്മകൾ, അതിൽ എന്തൊക്കെ കണ്ടാമിനൻസ് ആണോ കൂടുതലായിട്ട് നിൽക്കുന്നത്, അതിനെ ഏറ്റവും എഫക്റ്റീവായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലുള്ള ഫിൽറ്ററിങ് മീഡിയ യൂസ് ചെയ്തിട്ടുള്ള ഫിൽറ്ററാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ ആസ് പെർ റിക്വയർമെൻറ്റ്, കപ്പാസിറ്റി റിക്വയർമെൻറ്റ് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഫിൽറ്റേഴ്സ് ആയിരിക്കും നമ്മളെപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു കസ്റ്റമറിന്. ഈ ഫിൽറ്ററിൻ്റെ ഒരു സേഫ് ഫങ്ഷനിങ്ങിന് സജ്ജമാക്കുന്ന എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ആ ഇൻസ്റ്റലേഷൻ പീരീഡിൽ തന്നെ ഉറപ്പുവരുത്തും. അതായത് ഇതിൻ്റെ ഏറ്റവും സ്മൂത്ത് റണ്ണിങ്ങിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് ഫിൽറ്റർ ബാക്ക് വാഷിംഗ്, അതായത് ഫിൽറ്റർ ക്ലീനിങ്. വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളുടെ മാത്രം ഒരു പ്രത്യേകതയാണ് ക്ലീനിങ് ഫെസിലിറ്റി. ഇപ്പം നമ്മളൊരു പ്യൂരിഫയറിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരിക്കലും ഡെയിലി ക്ലീൻ ചെയ്യാനായിട്ടുള്ളൊരു പ്രൊവിഷൻ ഇല്ല. വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഡെയിലി ക്ലീൻ ചെയ്യാനായിട്ട് ബാക്ക് വാഷിംഗ് എന്ന് പറയുന്ന ഒരു മോഡുണ്ട്. സോ ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന എല്ലാ പ്ലാന്റുകളും ട്രീറ്റഡ് വാട്ടർ ഉപയോഗിച്ച് ബാക്ക് വാഷ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റി ഞങ്ങൾ ആദ്യം തന്നെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ട്രബിൾ ഫ്രീ ആയിട്ട് ഒരു വർഷം മുഴുവൻ, വർഷങ്ങളോളം നമുക്കത് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യം വരുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കുട്ടനാട്ടിലെ വീട്ടിലാണല്ലോ. ഇവിടെ നിങ്ങൾ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പേ ഇവിടുത്തെ വെള്ളത്തിൽ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു, അതെങ്ങനെ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാമോ? തീർച്ചയായിട്ടും. ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഈ വീട്ടിൽ ഒരു കിണറും അതുപോലെ തന്നെ ഈ കാണുന്ന കുളമാണ് ഇവരുടെ ഏക വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കുളം തന്നെ നമുക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതിനകത്ത് വളരെയധികം കണ്ടാമിനൻസ് ഉള്ളതാണ്. ഈ മേളിൽ പാട പോലെ കാണുന്നതെന്ന് പറയുന്നതെല്ലാം ഡിസോൾഡ് അയൺ ഉള്ളതുകൊണ്ടാണ് വെള്ളത്തിൽ ഈ ഒരു കണ്ടാമിനേഷൻ വരുന്നത്. മാത്രമല്ല ഇത് ഹൈലി ടർബിഡ് ആണ് ഈ വെള്ളം. ഇവരുടെ കിണറ്റിലെ വെള്ളവും ഏകദേശം ഈ സ്ഥിതിയിൽ തന്നെ ഉള്ളതാണ്. സോ ഇവർക്ക് ഡെയിലി കൺസംഷനുള്ള വെള്ളം പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ഏക സോഴ്സ്. അപ്പോൾ നമ്മുടെ ഒരു ബേസ് മോഡൽ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഈ ഓൺ സോഴ്സിലെ വെള്ളം തന്നെ നമുക്ക് ഫിൽട്ടർ ചെയ്ത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇവർക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ നമുക്ക് ഇവരുടെ ഈ കുളത്തിലെ വെള്ളം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാനെടുക്കാം. ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ വെള്ളത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് നോക്കാനേ. നമ്മളിപ്പോൾ ഈ വാട്ടർ സാമ്പിളിൻ്റെ അയണാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഈ സോഴ്സിൽ ഹൈ അയൺ കണ്ടാമിനേഷൻ ആണുള്ളത്. സോ നമ്മളുടെ ഇത് ഓൺ സൈറ്റ് ടെസ്റ്റിംഗ് കിറ്റാണ്. സോ ഇവിടെ വെച്ച് തന്നെ നമ്മളുടെ ഈ ഒരു ഇതിൽ ഈ വെള്ളത്തിലുള്ള അയണിൻ്റെ കണ്ടാമിനൻസ് എന്തുമാത്രം ഉണ്ടെന്നുള്ളത് ഈ ഒരു ലാഡർ വഴി നമുക്ക് ടെസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നോർമലി വാല്യൂ 0.3 ആണ് മില്ലിഗ്രാം പെർ ലിറ്റർ വെള്ളത്തിലെ പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് അയണിൻ്റെ. പക്ഷെ നമ്മുടെ നാട്ടിൽ കൂടുതലും കണ്ടുവരുന്നത് അയൺ കണ്ടാമിനേഷൻ മിനിമം 2 അതിൻ്റെ എബോവ് ഒക്കെയാണ് അയൺ കണ്ടാമിനേഷൻ വെള്ളത്തിൽ കാണിച്ചു വരുന്നത്. ഇപ്പോൾ ഇതൊരു അയണിൻ്റെ ഒരു ടെസ്റ്റിംഗ് ലാഡറാണ്. ഇതിലിപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു കളറും ഈ ഒരു കളർ ചാർട്ടുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. സോ ഇപ്പം നമുക്ക് ഇതിൽ വരുന്ന കളർ എന്ന് പറയുന്നത് ഏകദേശം 1 ppm വരെ നമുക്കിതിൽ അയൺ കണ്ടാമിനേഷൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അയൺ കണ്ടാമിനേഷൻ കുറവാണ്, കാര്യം ഇപ്പോൾ മഴക്കാലമായത് കാരണം വേനൽക്കാലത്താണ് ഏറ്റവും കൂടുതൽ അയൺ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്. സോ ഇപ്പം നമ്മൾ എടുത്ത സോഴ്സ് വാട്ടറിലെ അയൺ കണ്ടാമിനേഷൻ എന്ന് പറയുന്നത് 1 ppm ഉണ്ട്. ഇനി നമ്മൾ ചെയ്യുന്ന അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് ടർബിഡിറ്റി ടെസ്റ്റാണ്. നമ്മളിപ്പം ഈ ഒരു സോഴ്സ് വാട്ടറിൽ വെള്ളം ഹൈലി ടർബിഡ് ആണ്. ടർബിഡിറ്റിയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 5 NTU ആണ്, നോർമൽ പെർമിസിബിൾ ലിമിറ്റ്. നമ്മളിപ്പോൾ ഈ വെള്ളം ഈ സ്കെയിലിൽ നമുക്കൊന്ന് ഒഴിച്ച് നോക്കാം ഇതിൻ്റെ ടർബിഡിറ്റി എന്താണെന്ന് ഒന്ന് അറിയാനായിട്ട്. സോ
സോ ഈ സോഴ്സ് വാട്ടറിൻ്റെ ടർബിഡിറ്റി എന്ന് പറയുന്നത് ബിറ്റ്വീൻ 20 and 30 ആണ്. നമുക്ക് 32 അല്ലെങ്കിൽ 33 NTU എന്ന് നമുക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. സോ 32 NTU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ടർബിഡ് ആണ് ഈ വെള്ളം. ഈ വെള്ളം നമുക്കിപ്പം നോർമൽ യൂസിന് ഈ വെള്ളം ഫിൽറ്റർ ചെയ്യാതെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കുമ്പോഴത്തേക്കും കുളിക്കുന്നതൊക്കെ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ബക്കറ്റിൽ എടുക്കുകയാണെങ്കിൽ നല്ല മഞ്ഞ നിറത്തിലായിട്ട് വെള്ളം ഇരിക്കും. മാത്രമല്ല നമ്മൾ കുടിക്കാൻ എടുക്കുകയാണെങ്കിലും വളരെയധികം പാർട്ടിക്കിൾസ് ഇതിനകത്തുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം ഇനി നമുക്ക് ഈ ഒരു സോഴ്സ് വാട്ടർ നമ്മൾ ഫിൽറ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് കാണാം. ഇതിപ്പോൾ നമ്മളുടെ ഈ വീട്ടിലേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ബേസ് മോഡൽ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആണ്. ഇതിലിപ്പം 3 സ്റ്റേജ് ഫിൽട്രേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇത് സാൻഡ് ഫിൽറ്റർ ഉണ്ട്, ആക്ടിവേറ്റഡ് കാർബൺ ഫിൽറ്റർ, പിന്നെ കാറ്റച്ച് ഫിൽറ്റർ. സോ നമുക്ക് ഈ വരുന്ന പോണ്ടിലെ വെള്ളം നമ്മളുടെ ഈ പ്ലാന്റ് വഴി ഫിൽറ്റർ ചെയ്തിട്ടായിരിക്കും ഈ വീടിൻ്റെ ഓവർഹെഡ് ടാങ്കിലേക്ക് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. സോ ദാറ്റ് ഇപ്പോൾ ഇതിനകത്തെ കണ്ടാമിനേഷൻസ് ആയിട്ടുള്ള അയൺ, ടർബിഡിറ്റി ഇതെല്ലാം മാറി ഫ്രീ ആയിട്ടായിരിക്കും ക്രിസ്റ്റൽ ക്ലിയർ ഫോമിലായിരിക്കും വെള്ളം ഓവർഹെഡിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഈ കാണുന്നതെല്ലാം നമ്മൾ ഈ കുട്ടനാട്ടിലും കേരളത്തിലും തന്നെ പല ഹൈലി പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ സാമ്പിൾസ് ആണിത്. ഇതൊക്കെ നമ്മളുടെ ഈ ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ പല മോഡൽസ് ഉണ്ട്. നമ്മൾ ബേസിക്കലി ഇതിനൊരു വാട്ടർ അനാലിസിസ് നടത്തും. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് ഫിൽറ്ററിങ് മീഡിയ യൂസ് ചെയ്യണമെന്ന് നിശ്ചയിച്ച് ഒരു കസ്റ്റമൈസ്ഡ് പ്ലാന്റ് ചെയ്യുവാണെങ്കിൽ ഈ കാണുന്ന ഏത് വെള്ളവും നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് 365 ഡേയ്സും ഗ്യാരണ്ടി ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പം ഈ പോണ്ടിലെ വെള്ളം ആദ്യം ഈ ഒരു സിൻഡെക്സ് ടാങ്കിലേക്ക് കളക്ട് ചെയ്യുവാണ്. അവിടെ വന്നിട്ട് നമ്മളൊരു 1/2 HP പമ്പ് വെച്ച് അതുവഴി ഈ 2 ഫിൽറ്ററും ഈ കാറ്റച്ച് ഫിൽറ്ററും കഴിഞ്ഞിട്ടാണ് ഫിൽറ്റർ ചെയ്ത് മുകളിലേക്ക് പോകുന്നത്. നമ്മൾ പോണ്ടിൽ നിന്ന് എടുത്ത വാട്ടർ സാമ്പിളാണിത്. നമുക്ക് ഫിൽറ്റർ ചെയ്തെടുത്ത വെള്ളത്തിൻ്റെ ഒരു സാമ്പിളും കൂടെ കളക്ട് ചെയ്യാം. ഇതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. നമുക്ക് ഈ ഒരു ക്വാളിറ്റിയിലേക്ക് നമ്മളുടെ വെള്ളം മാറിക്കിട്ടും. മാത്രമല്ല നമുക്ക് ഈ ഒരു ക്വാളിറ്റിയിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് 365 ഡേയ്സും ഗ്യാരണ്ടി ചെയ്യാൻ സാധിക്കും. ഇത് കുടിച്ചു നോക്കിക്കോ. ഈ വെള്ളത്തിനിപ്പം അരുചിയില്ല, ഫോൾസ് സ്മെല്ലില്ല, നല്ല ക്രിസ്റ്റൽ ക്ലിയർ കളറുമാണ്. ഇനി ഈ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പിന്നീട് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കും? ഇല്ല, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ലോങ് ലൈഫ് നമ്മൾ കരുതി കൂട്ടിയാണ് ഓരോ സൈറ്റിലും നമ്മൾ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഫിൽട്രേഷൻ കൂടാതെ തന്നെ ഇതിൻ്റെ മെയിൻ ഘടകമായിട്ടുള്ള ബാക്ക് വാഷിംഗ്, ഇതിൻ്റെ ഫിൽറ്റർ ക്ലീനിങ് നമ്മൾ ട്രീറ്റഡ് വാട്ടർ വെച്ചിട്ട് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എവറി 6 months ഞങ്ങളിത് റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ സൂപ്പർവൈസേഴ്സ് സൈറ്റ്സിൽ വന്ന് ഇത് സർവീസ് ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ് നമ്മൾ ഈ ഒരു പ്ലാന്റ് ട്രബിൾ ഫ്രീ ആയിട്ട് തന്നെ പ്രവർത്തിക്കുമെന്ന് കസ്റ്റമറിന് ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ച് പ്രേക്ഷകർക്ക് വ്യക്തമായ ഒരു ധാരണ നൽകിയതിൽ താങ്ക് യു സോ മച്ച്. താങ്ക് യു. വീടിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മനോഹരമായ മറ്റൊരു വീടിന്റെ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായി ഞങ്ങൾ കാത്തിരിക്കുന്നു. വിലാസം: പ്രൊഡ്യൂസർ, വീട്, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് veedu@mmtv.in. വെബ്സൈറ്റ് www.manoramanews.com/veedu.